ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു യുവർ ന്യൂ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് സ്റ്റേജസ് ഓഫ് ഗ്രൂപ്പ് ഡെവലപ്മെൻറ്റ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇതിൽ പ്രധാനമായിട്ടും കുറച്ച് സ്റ്റേജസ് എങ്ങനെയാണ് ഈ ഗ്രൂപ്പ് ഡെവലപ്മെൻറ്റ് സ്റ്റേജസ് എന്ന് പറയുന്നുണ്ട്. അതിൽ 5 സ്റ്റേജുകളാണ് ഉള്ളത്. അതിൽ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഫോമിംഗ് ഓർ ഓറിയൻറ്റേഷൻ. അതായത് ആദ്യത്തെ സ്റ്റേജാണ് ഇതിന് ഫോം ചെയ്യുക. ഒരു പെർട്ടിക്കുലർ ടാസ്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കുറച്ച് മെമ്പേഴ്സിനെ കോൺഷ്യസ്ലിയോ അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷൻ്റെ ബേസിലോ ഒരു ടീം ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഇതിൽ ഈ ഒരു ബിഗിനിങ് സ്റ്റേജ് ആയതുകൊണ്ട് തന്നെ ടീം മെമ്പേഴ്സൊക്കെ പരസ്പരം ആദ്യമായിട്ടായിരിക്കും ചിലപ്പോൾ കാണുക, അവർ പരിചയപ്പെടുന്നു. അതുപോലെ തന്നെ ആ ടീം എന്തിനു വേണ്ടി ഫോം ചെയ്തു, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, അതിൽ എന്തൊക്കെ ടാസ്കുകളുണ്ട്, ഇൻഡിവിജ്വൽ മെമ്പേഴ്സൊക്കെ ക്ലിയർലി അവരുടെ റോളും അതേപോലെ തന്നെ എന്തൊക്കെയാണ് ഈ ടീമിൻ്റെ റിക്വയർമെൻറ്റ്സ് എന്നൊക്കെ മനസ്സിലാക്കുന്ന ഒരു സ്റ്റേജാണ്. അതേപോലെ തന്നെ ഈ ഒരു ചാർട്ടർ ഡ്രാഫ്റ്റ് ചെയ്യുന്നത് ഫോർമൽ അതോറിറ്റി ഈസ് ഗിവൺ ടു എ ലീഡർ. ഒരു ഓർഗനൈസേഷൻ ആകുമ്പോൾ ഇത് ഫോർമലായിട്ട് ഉണ്ടാക്കുന്ന ഒരു ഗ്രൂപ്പായിരിക്കും. അപ്പോൾ അതിൻ്റെ ലീഡർ ആയിരിക്കും അതിൻ്റെ അതോറിറ്റി എന്ന് പറയുന്നവരാണ് അവർക്ക് ചാർട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ടീമിന് മേ നോട്ട് ഹാവ് ക്ലിയർ ഒബ്ജക്റ്റീവ്സ്. ചിലപ്പോൾ ടീമിന് കൃത്യമായിട്ട് ഉണ്ടായിക്കൊള്ളുന്നില്ല. ബട്ട് ദ ഐഡിയ ഈസ് ദാറ്റ് ദ ഫോമിംഗ് സ്റ്റേജ് ദ ടീം കംസ് ടുഗെദർ. ജസ്റ്റ് എന്താ വെച്ചാൽ ഒരു ടീം അവിടെ ഒന്നിച്ച് എല്ലാവരും വരുന്നു, പരസ്പരം പരിചയപ്പെടുന്നു, അവരുടെ വർക്ക് ചെയ്യാൻ ഒരുമിച്ച് ഒരു ധാരണയിൽ എത്തുക. അതാണ് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടീം മെമ്പേഴ്സൊക്കെ അവരുടെ ബേസിക് റൂൾസും ആ ടീമിൻ്റെ ആ ഗ്രൂപ്പിൻ്റെയും അതുപോലെ തന്നെ അവരുടെ ടാർഗറ്റൊക്കെ അഗ്രി ചെയ്യുക. അതൊക്കെയാണ് ഫസ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത്. രണ്ടാമത് അങ്ങനെ ഒരു ടീമായി ഇത്ര ആളുകൾ ചേർന്നു, ഇതൊക്കെയാണ് കാര്യം മനസ്സിലായി കഴിഞ്ഞാൽ രണ്ടാമത്തെ സ്റ്റേജാണ് ഡിസാറ്റിസ്ഫാക്ഷൻ സ്റ്റേജ് അല്ലെങ്കിൽ സ്റ്റോമിംഗ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഈ ഒരു ടീം ഡെവലപ്പായി കുറച്ച് കഴിയുന്ന സമയത്ത് അതിങ്ങനെ മുന്നോട്ട് പോകുമ്പോഴായിരിക്കും അവിടെ എന്തുണ്ടാവുക, കുറേ കോൺഫ്ലിക്റ്റുകൾ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുക, അല്ലെങ്കിൽ വാക്ക് തർക്കങ്ങൾ ഉണ്ടാവുന്നു, ആശയങ്ങൾ പൊരുത്തപ്പെടാൻ പറ്റാത്ത അവസ്ഥ വരുന്നു, പ്രോബ്ലംസ് അല്ലെങ്കിൽ ഇഷ്യൂസ് ജനറേറ്റ് ചെയ്യുന്നൊരു സ്റ്റേജാണ് ഈ രണ്ടാമത്തെ സ്റ്റേജ്. കാരണം ഇവിടെ നമ്മൾ പേഴ്സണാലിറ്റീസിൻ്റെ ആ ഒരു ചേഞ്ച് അല്ലെങ്കിൽ ലീഡർഷിപ്പ്, മാനേജ്മെൻറ്റ് അതോറിറ്റി, ടെക്നിക്കൽ എക്സ്പെർട്ടൈസ്, ഇതിലെല്ലാം ചിലപ്പം ഒരുപാട് ഇഷ്യൂസ് ഫേസ് ചെയ്യേണ്ട ഒരു സ്റ്റേജാണ് ഈ ഒരു സ്റ്റേജ് 2 എന്ന് പറയുന്നത്. പീപ്പിൾ മേ ഓപ്പൺലി എക്സ്പ്രസ് ദിയർ ഡിസപ്പോയിൻമെൻറ്റ് ഓർ ഡിസ്കോർഡ് റിഗാർഡിങ് ദിയർ റോൾസ്. ചിലപ്പോൾ ആളുകൾ അവരുടെ എന്താണ് വ്യൂ പോയിന്റ് കൃത്യമായിട്ട് പറയുകയും അല്ലെങ്കിൽ അവരുടെ ഡിസപ്പോയിൻമെൻറ്റ് എക്സ്പ്രസ് ചെയ്യുക, അവരുടെ റോൾസിൽ വരുന്ന പ്രശ്നങ്ങൾ, അതിൻ്റെ അവർക്ക് കൊടുത്ത ചാർജിൽ വരുന്ന കാര്യങ്ങൾ, ടാസ്ക്, ഗോള്, ഇതിലെല്ലാം ഉള്ള പ്രോബ്ലംസ് ഒക്കെ അവിടെ പറയുന്ന ഒരു സിറ്റുവേഷനാണ് രണ്ടാമത്തെ സ്റ്റേജിലേക്ക് എത്തുമ്പോൾ. അപ്പോൾ ഇവിടെ നല്ല രീതിയിലൊരു ഡെസിഷൻ മേക്കിംഗ് മെത്തഡോളജി ചൂസ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് ഈ രണ്ടാമത്തെ സ്റ്റേജിൽ വരുന്നത്. ഇവിടെ ടീം കോർഡിനേറ്റർ ആണ് എന്ത് ചെയ്യേണ്ടത്, റൈറ്റ് ഗ്രൂപ്പ് ടാസ്ക് ഒക്കെ സെലക്ട് ചെയ്യേണ്ടതും മാനേജ്മെൻറ്റ് സ്റ്റൈൽ എങ്ങനെ വേണമെന്നുള്ളതൊക്കെ തീരുമാനിക്കേണ്ടതും പ്രോബ്ലംസിനെ പരമാവധി ഒഴിവാക്കേണ്ടതൊക്കെ ഒരു റോൾ വരുന്നത്. ഇനി അതിൽ ഇൻ ഓർഡർ ടു പ്രോഗ്രസ്, ഇപ്പോൾ 2 സ്റ്റേജ് ആയി കഴിഞ്ഞു. ഇപ്പോൾ ഈ കോൺഫ്ലിക്റ്റ് നിലനിൽക്കുകയാണ്. അപ്പോൾ അതിനെയൊക്കെ മാക്സിമം സോൾവ് ചെയ്യാം. അതുപോലെ ടെസ്റ്റിംഗ് ആൻഡ് പ്രൂവിങ് സ്റ്റേജ് എന്ന് പറയാം. ഇത് മെൻ്റലി ഒരു പ്രോബ്ലം സോൾവിങ് മെൻറ്റാലിറ്റിയാണ് ഇവിടെ വരുന്നത്. ഇനി അത് കഴിഞ്ഞ് ഈ ഒരു പ്രോബ്ലംസ് ഒക്കെ അങ്ങനെ സോൾവ് ചെയ്ത് നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോകുമ്പോൾ അതാണ് നോമിങ് എന്ന് പറയുന്നത്. റെസൊല്യൂഷൻ. നോമിങ് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർപേഴ്സണൽ റിലേഷൻസ് ആർ ക്യാരക്ടറൈസ്ഡ് ബൈ കൊഹേഷൻ. ഒരു ടീമിൽ സഹിഷ്ണുതയോട് കൂടിയിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റേജിലേക്ക് തേർഡിലാണ് എത്തുന്നത്. ആഫ്റ്റർ പ്രോബ്ലംസ് ഗെറ്റ് വർക്ക്ഡ് ഔട്ട്, ഫേസ് ചെയ്ത പ്രോബ്ലംസ് ഒക്കെ നന്നായി വർക്കൗട്ട് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു ടീം കൂടുതൽ ശക്തമായിട്ട് മുന്നോട്ട് പോകാൻ തുടങ്ങുന്നത്. ടീം എൻറ്റേഴ്സ് എ പീരീഡ് ഓഫ് നോർമൽസി, അതായത് ഒരു നോർമൽ ഫങ്ഷനിങ്ങിലേക്ക് പോകുന്ന ഒരു സ്റ്റേജാണ് ഈ ഒരു മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറയും. ഇവിടെ ടീം മെമ്പേഴ്സ് പരസ്പരം അവർ മനസ്സിലാക്കുകയും ആൻഡ് ഹൗ ദ ടീം ഓപ്പറേറ്റ്സ്, എങ്ങനെയാണ് ഈ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് മനസ്സിലാക്കുന്ന ഒരു സ്റ്റേജാണ് സ്റ്റേജ് 3 എന്ന് പറയുന്നത്. ടീം മെമ്പേഴ്സൊക്കെ അവരുടെ ബിഹേവിയറിൽ കുറേ കറക്ഷൻസ് വരുത്തുക, അതിൻ്റെ റൂൾസ് ആൻഡ് വാല്യൂസ് ഒക്കെ മനസ്സിലാക്കി അതിനോട് അനുസൃതമായി പെരുമാറാൻ തുടങ്ങുന്ന ഒരു സ്റ്റേജ്. ഇൻട്രാക്ഷനൊക്കെ കറക്റ്റായിട്ട് നല്ല രീതിയിൽ ചെയ്യാം, കൂടുതൽ ഇഫക്റ്റീവായിട്ട് ആ പ്രോജക്റ്റിനെ മുന്നോട്ട് കൊണ്ടുപോകാം. ഇൻഡിവിജ്വൽസ് കോൺഷ്യസ് എഫേർട്സ് ടു സോൾവ് ഇഷ്യൂസ്, അവർ വരുന്ന ഇഷ്യൂസിനെയൊക്കെ സോൾവ് ചെയ്തുകൊണ്ട് നല്ലൊരു കോർഡിനേഷൻ ഉറപ്പ് വരുത്തുക, മ്യൂച്വൽ ട്രസ്റ്റ് ഇൻക്രീസ് ചെയ്യുന്ന ഒരു സ്റ്റേജാണ് തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത്. നാലാമത്തെ സ്റ്റേജിലേക്ക്, തേർഡ് സ്റ്റേജിൻ്റെ ഒരു ഡ്രോബാക്ക് പ്രധാനമായിട്ട് പറയുന്നത് എന്താ വെച്ചാൽ മെമ്പേഴ്സ് മേ ബിഗിൻ ടു ഫിയർ ദ ഇൻഎവിറ്റബിൾ ഫ്യൂച്ചർ ബ്രേക്കപ്പ് ഓഫ് ദ ഗ്രൂപ്പ്. ദേ മേ റെസിസ്റ്റ് ചേഞ്ച് ഓഫ് എനി സോർട്ട്. ചിലപ്പോൾ ഒരു തരത്തിലുള്ള ചേഞ്ച് അവർ ആക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആവില്ല, അത് ബ്രേക്കപ്പ് ആവാനുള്ള ഒരു ചാൻസ് ഒക്കെ അവിടെ വരുന്നുണ്ട്. സ്റ്റേജ് 4 എത്തുമ്പോഴാണ് പ്രൊഡക്ഷൻ സ്റ്റേജിലേക്ക് വരുന്നത്. ഇവിടെ ടീം മെമ്പേഴ്സിൻ്റെ റോൾ എന്ന് പറയുന്നത് വളരെ ഫ്ലെക്സിബിൾ ആൻഡ് ഫങ്ഷണൽ ആയിരിക്കും. ടീം ഫോക്കസുകൾ, ടാസ്കുകളുടെ മുകളിൽ പീപ്പിൾ കൊളാബറേറ്റ് എഫിഷ്യൻ്റ്ലി വിത്തൗട്ട് ഇൻഅപ്രോപ്രിയേറ്റ് കോൺഫ്ലിക്ട്സ്. ടീം മെമ്പേഴ്സൊക്കെ ക്ലിയർലി അവരുടെ ഡ്യൂട്ടീസ്, ടാസ്ക്, ഓട്ടോണമി പോസസ് ചെയ്യുന്നു, കോമ്പിറ്റൻസി, പോസിബിലിറ്റി ടു മേക്ക് ഡെസിഷൻ വിതൗട്ട് ഡയറക്റ്റ് ഇൻ്റർവെൻഷൻ ഓഫ് സൂപ്പർവൈസർ.
സൂപ്പർവൈസർ കൂടാതെ തന്നെ അവർ ഡിസിഷൻ എടുക്കാൻ ഏബിൾ ആവുന്ന ഒരു സ്റ്റേജ്. ടീമിൽ കൺട്രോളൊന്നും അത്ര ആവശ്യത്തിലധികം കൺട്രോൾ ചെയ്യേണ്ട ആവശ്യം ഇല്ലായ്മ. പീപ്പിൾ അവരുടെ എല്ലാവരും ഒരുമിച്ചുള്ള നല്ല രീതിയിൽ കോവർക്ക് ആൻഡ് പ്രൊവൈഡ് മ്യൂച്വൽ ഹെൽപ്പ്, പരസ്പരം സഹകരിച്ചും ഒക്കെ മുന്നോട്ട് ആ ഒരു ടാസ്കിലേക്ക് പെർഫോമൻസ് ചെയ്യാനുള്ള ഒരു ലെവലിലേക്ക് എത്തുന്നു. പ്രൊജക്റ്റ് മാനേജറാണ് ഈ ടേക്കിൻ്റെ ഡിസിഷൻസ് എല്ലാം മെജോറിറ്റി എടുക്കുന്നത്. ടീം ലീഡറൊക്കെ വർക്കിംഗ് പ്രോഗ്രസ് ഫെസിലിറ്റേറ്റ് ചെയ്യാം, പ്രീവിയസ് സ്റ്റേജിലുണ്ടായിരുന്ന പ്രശ്നങ്ങളെയൊക്കെ സോൾവ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു. ഇവിടെയാണ് ദിസ് ഇസ് വെൻ ദ സക്സസ് ഓഫ് എ ടീം ഈസ് അറ്റ് ദ പീക്ക്. പെർഫോമൻസ് പറഞ്ഞാൽ വളരെ മത്സരബുദ്ധിയോടുകൂടി മാക്സിമം എഫിഷ്യൻസിയിൽ വർക്ക് ചെയ്യുന്ന ടീം മെമ്പേഴ്സ് സെലിബ്രേറ്റ് വാട്ട് ദേ ക്രിയേറ്റ് ആൻഡ് പ്രൊഡ്യൂസ്. ഈ ഒരു സ്റ്റേജിലാണ് ശരിക്കും ആ മെമ്പേഴ്സ് പരസ്പരം അറിഞ്ഞൊരു ഒറ്റക്കെട്ടായി നിന്ന് അവരെന്തിനു വേണ്ടി ഈ ഗ്രൂപ്പ് ഫോം ചെയ്തു എന്നതിന് അവർക്ക് തന്നെ ഒരു ധാരണയിലെത്തുന്ന ഒരു സ്റ്റേജാണ് ഈ ഒരു 4th സ്റ്റേജ് എന്ന് പറയുന്നത്. സ്റ്റേജ് 4 എന്ന് പറയുന്നത് മാർക്ഡ് ബൈ ഇന്റർ ഡിപ്പെൻഡൻസ് ഇൻ പേഴ്സണൽ റിലേഷൻസ് ആൻഡ് പ്രോബ്ലം സോൾവിങ് ദ റെൽം ഓഫ് ടാസ്ക്. ഏറ്റവും സുഖകരമായിട്ട് ഇന്റർ ഡിപ്പെൻഡൻ്റ് ആയിട്ട് നിൽക്കാനും ഡിസിഷൻ എടുക്കാനും പ്രോബ്ലം ഇല്ലാതെ പോകുന്നൊരു സ്റ്റേജിലേക്ക് വരികയാണെന്നുള്ളതാണ് പറയുന്നത്. ഇവിടെ ഹൈലി ടാസ്ക് ഓറിയൻറ്റഡ് ആയിരിക്കും, പീപ്പിൾ ഓറിയൻറ്റഡ് ആയിരിക്കും ഇവിടുത്തെ വർക്ക്. ഗ്രൂപ്പ് ഐഡൻറ്റിറ്റി കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാവും, ഗ്രൂപ്പ് മൊറാലിറ്റി, അതുപോലെ ഗ്രൂപ്പിൻ്റെ ലോയൽറ്റി, ഇൻറ്റൻസ്, ഇതെല്ലാം ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്ന ഒരു സ്റ്റേജാണ് 4th സ്റ്റേജ് എന്ന് പറയുന്നത്. 5th സ്റ്റേജ് എന്ന് പറയുന്നത് അഡ്ജേണിങ് സ്റ്റേജാണ്, അല്ലെങ്കിൽ ടെർമിനേഷൻ സ്റ്റേജാണ്. ഫൈനൽ സ്റ്റേജ് ഓഫ് ഗ്രൂപ്പ് ഡെവലപ്മെൻറ്റ് ഈസ് അഡ്ജേണിങ്. എന്തിനു വേണ്ടിയിട്ടാണോ നമ്മൾ ഈ ഗ്രൂപ്പ് ഫോം ചെയ്തത് ആ കാര്യങ്ങളെ ഭംഗിയായി ചെയ്ത് അവസാനിപ്പിച്ച് ഇനി അതിൻ്റെ ആവശ്യം കഴിഞ്ഞാൽ അത് ഡിസ്പേഴ്സ് ചെയ്യുന്ന ഒരു സ്റ്റേജ്, അല്ലെങ്കിൽ ഡിസ്പേഴ്സ് ചെയ്യുക. ഈ ഒരു ഗ്രൂപ്പിൻ്റെ ആവശ്യം ഇനി വരുന്നില്ല. കാരണം നമ്മൾ ആ ഒരു വർക്ക് അല്ലെങ്കിൽ ഒരു ടാസ്ക് പെർഫോം ചെയ്യാൻ വേണ്ടിയാണ് ഇത് ഫോം ചെയ്തത്. അപ്പോൾ ആ ഒരു ടാസ്ക് റീച്ച് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഗോൾ സെറ്റ് ചെയ്ത് വെച്ചത് റീച്ച് ചെയ്ത് കഴിഞ്ഞാൽ, ടാസ്ക് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ആ ഗ്രൂപ്പിൻ്റെ ആവശ്യം അത് ഡിസ്മിസ് ചെയ്യപ്പെടുന്ന സ്റ്റേജാണ് ഈ ഫൈനൽ സ്റ്റേജ് എന്ന് പറയുന്നത്. ഇവിടെ അതിൻ്റെ റിസൾട്ട് സെലിബ്രേറ്റ് ചെയ്യുക, അനലൈസ് ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ് ചെയ്യുന്നത്. എന്തിനു വേണ്ടി ചെയ്തോ അവരതെല്ലാം അച്ചീവ് ചെയ്തോ അതിൻ്റെ പോരായ്മകളും അല്ലെങ്കിൽ അനാലിസിസും ഒക്കെ നടത്തുന്ന ഇതാണ്. അപ്പോൾ ആ ഒരു ടീം എക്സ്പീരിയൻസ് പറയുക, റെഡി ഫോർ ന്യൂ പ്രൊജക്റ്റ്. അത് കഴിഞ്ഞ് അടുത്ത പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് നമ്മളിതുപോലെ ചെയ്യാം. അപ്പോൾ ന്യൂ പീപ്പിൾ ആർ ആഡഡ് ടു സച്ച് ടീം. അങ്ങനെ വരുമ്പോൾ ഓരോ ടീമിലും എപ്പോഴും ഒരേ മെമ്പേഴ്സ് ആയിക്കൊള്ളുന്നില്ല, പുതിയ ആളുകളിലേക്ക് വരാം, അല്ലെങ്കിൽ പഴയ ആളുകൾ ഇന്ന് പോവാം. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ മാറ്റം വരുത്തി അടുത്തൊരു ടാസ്കിലേക്ക് പോകുന്നു. അപ്പോൾ ശരിക്കൊരു പേഴ്സണൽ ഗുഡ് ബൈ എന്ന് പറയുന്ന ഒരു സ്റ്റേജാണ് 5ാമത്തെ അഡ്ജേണിങ് സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് 5 സ്റ്റേജസ് ഓഫ് ഗ്രൂപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഗ്രൂപ്പ് ഡെവലപ്മെൻറ്റ് 5 സ്റ്റേജ്. ഇനി നെക്സ്റ്റ് പറയുന്നത് എന്തൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ബേസിക് ഫോഴ്സസ് ഓഫ് ഗ്രൂപ്പ് ബിഹേവിയറിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഫോഴ്സസ്. ഒന്ന് മെമ്പർ റിസോഴ്സുകൾ. അതായത് മെമ്പർ റിസോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യുമ്പം ആ ഗ്രൂപ്പിലുള്ള വ്യക്തികളുടെ നോളജും എബിലിറ്റിയും സ്കില്ലും ക്യാരക്ടറിസ്റ്റിക്സും സോഷ്യബിലിറ്റിയും, അതായത് അവിടുന്ന് കിട്ടാവുന്ന മാക്സിമം നല്ല ആളുകൾ ചേർന്നൊരു ഗ്രൂപ്പ് എന്നുള്ളതാണ്. രണ്ടാമത്തെ ഗ്രൂപ്പിൻ്റെ സൈസാണ്. ആ ഒരു ഗ്രൂപ്പിൻ്റെ ബിഹേവിയർ എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുന്നത് ഗ്രൂപ്പിൻ്റെ വലിപ്പത്തിനെ ബേസ് ചെയ്തിട്ടാണ്. ഗ്രൂപ്പ് സൈസ് പലതരത്തിലായിരിക്കാം. 2 people to വെരി ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ വരെ വരുന്ന ഗ്രൂപ്പുകൾ ഉണ്ടാവാം. പക്ഷേ സ്മോൾ ഗ്രൂപ്പ് ആയിരിക്കും എപ്പോഴും ഇഫക്റ്റീവ് ആയിരിക്കുക. കാരണം മെമ്പേഴ്സൊക്കെ അവിടെ കുറച്ച് കുറവായതുകൊണ്ട് കൺട്രോൾ ചെയ്യാനും ഉള്ള കാര്യങ്ങൾക്കൊക്കെ വളരെ എളുപ്പമായിരിക്കും. പിന്നെ ഗ്രൂപ്പ് റോൾസ് വരുന്നുണ്ട്. ഫോർമൽ ഗ്രൂപ്പ് ആണെങ്കിൽ ഓരോരുത്തരുടെ റോൾസും മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുണ്ടായിരിക്കും. അതിനനുസരിച്ച് അവർ ആ ഗ്രൂപ്പിലെ മെമ്പേഴ്സിന് ആ വർക്കൊക്കെ അസൈൻ ചെയ്ത് കൊടുക്കുന്നു. ഓരോരുത്തരുടെ റോള് സ്പെസിഫിക് ആയിരിക്കും. അവരുടെ റെസ്പോൺസിബിലിറ്റിയും ഡ്യൂട്ടീസൊക്കെ കൃത്യമായി കൊടുത്തിട്ടുണ്ടായിരിക്കും. അതെല്ലാം അവർ പെർഫോം ചെയ്യാനാണ് ഗ്രൂപ്പ് റോൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ വർക്ക് റോളും വരുന്നുണ്ട്. വർക്ക് റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ടാസ്ക് ഓറിയൻറ്റഡ് ആക്ടിവിറ്റി ആയിരിക്കും. അതിൽ പ്രധാനമായിട്ടും ഗ്രൂപ്പിൻ്റെ ഗോൾ അച്ചീവ് ചെയ്യുന്ന കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. ഇനീഷ്യേറ്റഡ് റോൾ എന്താണ്, ആരാണ് ഇൻഫോർമർ, ആരാണ് ക്ലാരിഫൈ ചെയ്ത് കൊടുക്കേണ്ടത്, ആരാണ് സമ്മറൈസ് ചെയ്യേണ്ടത്, ആരാണ് റിയാലിറ്റി ടെസ്റ്റ് ചെയ്യേണ്ട ആൾക്കാർ, അതാണ് വർക്ക് റോള്. മെയിൻ്റനൻസ് റോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ ഇമോഷണൽ ആക്ടിവിറ്റീസൊക്കെ മെമ്പേഴ്സിനെ ഹെൽപ്പ് ചെയ്യുക, മെയിൻറ്റെയിൻ ദിയർ ഇൻവോൾവ്മെൻറ്റ് ഇൻ ദ ഗ്രൂപ്പ്. ഒരു ഗ്രൂപ്പിൽ ഇൻവോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് മെമ്പേഴ്സിൻ്റെയൊക്കെ സോഷ്യലായിട്ടും ഇമോഷണലായിട്ടും ആക്ടിവിറ്റീസിനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് ഈ ഗ്രൂപ്പിൽ പ്രധാനമായിട്ട് വരുന്നത്. പേഴ്സണൽ കമ്മിറ്റ്മെൻ്റ് ആണ് ഈ ഒരു ഗ്രൂപ്പിൽ പറയുന്നത്. അതായത് ഏകീകരിച്ച് കൊണ്ടുപോവുക, ഗേറ്റ് കീപ്പർ, കൺസെൻസ് ടെസ്റ്റർ, എൻകറേജർ, കോംപ്രമൈസർ, അങ്ങനെയുള്ള കുറച്ച് കാര്യം. പിന്നെ ബ്ലോക്കിംഗ് റോൾസ് ഉണ്ട്. ബ്ലോക്കിംഗ് റോൾസ് എന്ന് പറഞ്ഞാൽ ആക്ടിവിറ്റീസ് ദാറ്റ് ഡിസ്റ്റർബ് ദ വർക്കിംഗ് ഓഫ് ഗ്രൂപ്പ്. ആ ഗ്രൂപ്പിൻ്റെ പ്രവർത്തനത്തെ തടസ്സമായി നിൽക്കുന്ന കാര്യങ്ങൾ. ബ്ലോക്സ് വിൽ ഓഫൺ റെസിസ്റ്റ് ദ ഗ്രൂപ്പ്സ് ഐഡിയാസ്. ഒരു ബ്ലോക്ക് ഉണ്ടാവുക എന്ന് പറയുമ്പം ആ ഗ്രൂപ്പിൻ്റെ ഐഡിയാസിനെയൊക്കെ റെസിസ്റ്റ് ചെയ്യും, ഡിസഗ്രി ചെയ്യും ഗ്രൂപ്പ് മെമ്പേഴ്സുമായിട്ട് പേഴ്സണൽ റീസൺ കൊണ്ട്. അതുപോലെ ഹിഡൻ അജണ്ടാസ് ഉണ്ടായിരിക്കുക, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ്.
ദേ മേ എക്സ്പ്രസ് ഇൻ ദ ഫോം ഓഫ് ഡോമിനേറ്റിംഗ് ഡിസ്കഷൻ. അവസാനം അത് നല്ലൊരു ഡിസ്കഷനിലേക്കും വെർബലി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നൊരവസ്ഥയിലേക്ക് വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിക്കുന്നൊരവസ്ഥയിലേക്ക് വരെ അങ്ങോട്ട് പോവുക, ഡിസ്ട്രാക്റ്റഡ് ആവുക. അതാണ് ബ്ലോക്കിംഗ് റോൾസ് എന്ന് പറയുന്നത്. പക്ഷേ എല്ലാ ബ്ലോക്കിംഗ് റോൾസും എപ്പോഴും നെഗറ്റീവ് ആയിക്കൊള്ളുന്നില്ല. ചില നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് ലെസൺസ് അവിടെ പഠിക്കാനുണ്ടായിരിക്കും, കുറേ ക്വസ്റ്റ്യൻസ് റേസ് ചെയ്യാണ്ടായിരിക്കും, റീതിങ്ക് ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്കുണ്ടായിരിക്കാം. അങ്ങനെയാണ് ഈ കോൺഫ്ലിക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ എപ്പോഴും വഴക്ക് എന്നുള്ളൊരു കാര്യം മാത്രമല്ല, അതിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുള്ളതും ഉണ്ടാവും. നാലാമത്തത് ഗ്രൂപ്പ് നോംസ് ആണ്. ഗ്രൂപ്പ് നോംസ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരാലും ആക്സെപ്റ്റ് ചെയ്യപ്പെടുന്ന ചില സ്റ്റാൻഡേർഡ്, അല്ലെങ്കിൽ ഏത് അറ്റം വരെ നമുക്ക് പോവാം ഓരോ കാര്യം ചെയ്യുമ്പോൾ, അതിൻ്റെ ബൗണ്ടറി എവിടെയാണ്, ഏതാണ് ആക്സെപ്റ്റബിളും അൺആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ബിഹേവിയർ, ഗ്രൂപ്പ് മെമ്പേഴ്സിനിടയിൽ ഷെയർ ചെയ്യപ്പെടേണ്ട കാര്യങ്ങൾ, അത്രയും കാര്യങ്ങളൊക്കെയാണ് ഒരു ഗ്രൂപ്പ് സർവൈവലിന് ആവശ്യം വരുന്നത്. മെയിനായിട്ട് അവിടെ ബിഹേവിയർ ആണ് ഉദ്ദേശിക്കുന്നത്. കംഫർട്ടബിൾ ആയിട്ടുള്ള കംഫർട്ടബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ്, അതുപോലെ വാല്യൂ ഓഫ് ദ ഗ്രൂപ്പ് എക്സ്പ്രസ് ചെയ്യുക, അതൊക്കെയാണ് ഗ്രൂപ്പിൻ്റെ നോം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ പറയുന്ന ഗ്രൂപ്പ് കൊഹസീവ്നെസ് ആണ്. കൊഹസീവ്നെസ് പറഞ്ഞു കഴിഞ്ഞാൽ ബോണ്ടിങ് ഓഫ് ഗ്രൂപ്പ് മെമ്പേഴ്സ് ഓർ യൂണിറ്റി, ഒത്തൊരുമ എന്ന് പറയും. 10 പേരിലൊരു ടീമാണെങ്കിൽ ആ 10 പേര് ഒരേ മനസ്സോടുകൂടി ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തുക. അവരുടെ ആ ഫീലിംഗ്, അട്രാക്ഷൻ, ഒരാൾ മറ്റൊരാളുടെ അട്രാക്റ്റഡ് ആവുക, അവരോടുള്ള ഫീലിംഗ് ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ ബോണ്ടിങ് ഉണ്ടായിരിക്കുക, എല്ലാവരും ഒരുമിച്ച് ഒരു ഗോളിന് വേണ്ടി അച്ചീവ് ചെയ്യാം. മെനി ഫാക്ടേഴ്സിന് റെസ്പോൺസിബിൾ ആണ് ഒരു ഗ്രൂപ്പിൻ്റെ ഗോള് അത് അഗ്രി ചെയ്യുക, അതിൻ്റെ ഫ്രീക്വൻസി, എത്ര തവണ അവർ തമ്മിൽ പരസ്പരം സംസാരിക്കുന്നു, പേഴ്സണലി അട്രാക്റ്റീവ് ആണ്, ഇൻ്റർ ഗ്രൂപ്പ് കോമ്പറ്റീഷൻസ് ഉണ്ടോ, ഫേവറബിൾ ഇവാലുവേഷൻ നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ ശ്രദ്ധിക്കപ്പെടുന്ന വിഷയങ്ങളാണ്. എട്ടാമത്തെ പോയിന്റിൽ പറയുന്നത് ഗ്രൂപ്പ് പ്രോസസ്സ്. ഗ്രൂപ്പ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഡെസിഷൻ മേക്കിംഗ് ബൈ എ ഗ്രൂപ്പ് ഈസ് സുപ്പീരിയർ. ഏതൊരു ഗ്രൂപ്പിലും ഡെസിഷൻ മേക്കിംഗ് അത്യാവശ്യമാണ്. അത് തന്നെയാണ് ഏറ്റവും വലിയൊരു കാര്യവും. കാരണം ഗ്രൂപ്പിൽ നിന്നാണ് ഇൻഫർമേഷൻസും നോളേജും ഒക്കെ ഷെയർ ചെയ്യപ്പെടുന്നത്, ജനറേറ്റ് ചെയ്യപ്പെടുന്നത്, ഡൈവേഴ്സ് ചെയ്യപ്പെടുന്നത്. അതേപോലെ തന്നെ ഇൻക്രീസ് ആക്സെപ്റ്റൻസ് ഓഫ് ഒരു സൊല്യൂഷൻ വരുമ്പോൾ എല്ലാവരും അത് ആക്സെപ്റ്റ് ചെയ്യുന്നൊരു സ്റ്റേജിലേക്ക് വരിക, ലെജിറ്റിമസി കൂടുക. ഡീമെറിറ്റ്സ് ആർ ഡിസിഷൻ ടേക്കൺ ലോങ്ങർ ടൈം, മൈനോറിറ്റീസ് ഡോമിനേറ്റഡ്. ഇതിൻ്റെ ഒരു ഡീമെറിറ്റ് എന്ന് പറയുമ്പം ലോങ്ങർ ടൈം മൈനോറിറ്റി ഇപ്പം ഡോമിനേറ്റ് ചെയ്യുന്നൊരവസ്ഥ, പ്രഷർ ഉണ്ടായിരിക്കുക ഗ്രൂപ്പ് ഡിസിഷനിൽ, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അവിടെ വരുന്നതാണ് ഗ്രൂപ്പിൻ്റെ പ്രോസസ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു ഗ്രൂപ്പ് ബിഹേവിയർ എന്ന് പറയുമ്പം അതിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ഫോഴ്സസ് ആണ് ഇതെല്ലാം. മെമ്പർ റിസോഴ്സ്, ഗ്രൂപ്പ് സൈസ്, ഗ്രൂപ്പ് റോള്, ബ്ലോക്കിംഗ് റോളുകൾ, വർക്കിംഗ് റോളുകൾ, മെയിൻ്റനൻസ് റോളുകൾ, അതേപോലെ ഗ്രൂപ്പിൻ്റെ നോം. ഇതൊക്കെ 2 മാർക്കിനും ചോദിക്കാം ക്വസ്റ്റ്യൻ. എന്താണ് ഗ്രൂപ്പ് നോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഗ്രൂപ്പിൻ്റെ കൊഹസീവ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഗ്രൂപ്പ് പ്രോസസ്സ്, ഇതൊക്കെയാണ് അതിൽ പ്രധാനമായിട്ട് വരുന്ന സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2 ടോപ്പിക്കാണ് ഇന്ന് എടുത്തിരിക്കുന്നത്. സ്റ്റേജസ് ഓഫ് ഗ്രൂപ്പ് ആക്ടിവിറ്റിയും അതേപോലെ തന്നെ അതിൻ്റെ മെയിൻ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഫോഴ്സസ്. ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.